ഹായ് എവറി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഗ്രാജുവേഷൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എനിക്ക് ക്വസ്റ്റൻ ചെയ്യുന്ന ടൈമിൽ പുതിയ ഇക്വേഷൻ കിട്ടിയാൽ അതിന് ആഡ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമായിട്ടും തോന്നിയില്ല, വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ കണ്ടോ എല്ലാ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. NCERT നോട്ട് NCERT പോയിന്റ്സ് NCERT വായിച്ചിട്ട് വേറെ സെപ്പറേറ്റ് നോട്ടിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. വായിച്ച് എഴുതിയിട്ടുള്ള പോയിന്റ്സ് അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കെമിസ്ട്രി നോക്കാം. അതിനു മുമ്പ് ഇത് നിങ്ങൾക്ക് കുറേ പേര് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഷോർട്ട് നോട്ട്, ഫോർമുല നോട്ട്, അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് പോകണം. കുറച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇടുന്നതിൽ അർത്ഥമല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി, വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, മഴയില്ലാത്തൊരു സമയമല്ല, ഇപ്പോൾ മഴക്കാലമാണ്. മഴ ഒഴിഞ്ഞുള്ളൊരു ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ മഴയായപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ചെറിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കെമിസ്ട്രി ഇത് ഞാൻ ആദ്യം +1 ഉണ്ടാക്കി നോട്ട് ചെയ്യുന്നു. ഇതിലില്ലാത്തത് ചാപ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ഒരു നോട്ട് എഴുതി. ഈ ഒരു നോട്ടിനകത്ത് ഏകദേശം എല്ലാതും വരുന്ന പോലെ. ഫിസിക്സിന് അതേപോലെ തന്നെ കേട്ടോ, ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ കെമിസ്ട്രിയിലാണ് എനിക്ക് ആ ഒരു അബദ്ധം മനസ്സിലായത്, ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് NCERT പോയിന്റ്സും ഷോർട്ട് നോട്ടും എല്ലാം കൂടെ മിക്സ് ആക്കി എഴുതണ്ട എന്നുള്ള ഒരു കാര്യം. കാരണം സ്ട്രക്ചർ ഓഫ് ആറ്റൊക്കെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. 1 2 3 4 പേജുണ്ട് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ അതൊക്കെ പെട്ടെന്നൊരു എക്സാം വരുന്ന ടൈമിൽ റിവൈസ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പം ഇത് കാരണം ഞാനിത് NCERT പോയിന്റ്സും ഷോർട്ട് നോട്ടും ഫോർമുലാസും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് എഴുതിയത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് രണ്ട് വേറെ വേറെ നോട്ടിൽ എഴുതുന്നേക്കും നന്നാവുക. NCERT വായിച്ച് കിട്ടുന്ന പോയിന്റ്സ് വേറെ നോട്ടിൽ എഴുതുക, ഫോർമുലാസ് ഷോർട്ട് നോട്ട്സ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ MCQ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു നോട്ടിൽ എഴുതുന്നതായിരിക്കും നന്നാവുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് ഒത്തിരി ഉണ്ട്. ഞാൻ NCERT നോക്കിയിട്ട് കെമിക്കൽ ബോണ്ടിങ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെനിക്ക് കിട്ടാറില്ല. അസർഷൻ റീസൺ ആയാലും കറക്റ്റ് ഇൻകറക്റ്റ് ആണെങ്കിൽ എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ NCERT വൃത്തിക്ക് വായിച്ച് ഒരു പോയിന്റ് പോലും വിടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പകർത്തി എഴുതിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പേജ് വരുന്നുണ്ട്, 7 പേജ് ഉണ്ട് കെമിക്കൽ ബോണ്ടിങ്. അതിൻ്റെ ഒരു ഇതാണ് റിവൈസ് ചെയ്ത്. ഞാൻ 2 ദിവസം കൊണ്ട് കെമിക്കൽ ബോണ്ടിങ് റിവൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ മടുത്തു പോകും. ഇന്ന് പകുതി നാളെ പകുതി, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. പക്ഷേ ഈ കെമിക്കൽ ബോണ്ടിങ് എനിക്ക് മാറ്റി എഴുതുന്നതിൽ വലിയതില്ല കേട്ടോ. കാരണം കെമിക്കൽ ബോണ്ടിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വേറെ MCQ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ലല്ലോ. അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ വരും, തിയറി ക്വസ്റ്റ്യൻ തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ അതിന് വേറൊരു വഴിയില്ല. കെമിക്കൽ ബോണ്ടിങ്ങിന് അതന്നെ ഉള്ളു വഴി. അതിന് അങ്ങനെ മാറ്റി എഴുതുന്നതിൽ വലിയ കാര്യമില്ല. പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞ കെമിസ്ട്രിൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. ഓരോ ടേബിൾ നോക്കിയിട്ട്, ഇതൊക്കെ ഞാൻ NCERT വായിച്ചപ്പോൾ അതിൻ്റെ ടേബിൾ നോക്കി ഉണ്ടാക്കിയതാണ്. ടേബിളിൽ നിന്ന് എഴുതിയ ഓർഡറുകളാണ്, ഉണ്ടാക്കിയ ഓർഡർ. ഇതൊന്നും NCERT എവിടെയും ഇതുപോലെ കൊടുത്തിട്ടില്ല, പക്ഷേ എക്സാമിന് ഇതുപോലെ ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ഓരോന്ന് ബോണ്ട് ലെങ്ത്ത്, ബോണ്ട് ഓർഡർ, ബോണ്ട് എനർജി ഒക്കെ NCERT ടേബിൾ നോക്കിയിട്ട് എഴുതിയ ഓർഡറുകളാണ്. പിന്നെ അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടേബിൾ ഇല്ലായിരുന്നു, കൊടുക്കുക അവിടെ NCERT ഈ ടേബിൾ നോക്കിയിട്ട് എഴുതിയ കാര്യങ്ങളാണ് ഇത്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ആ ടേബിളൊന്നും വായിച്ചുണ്ടാക്കണ്ട, അതിൻ്റെ ആ ടേബിളിൻ്റെ സമ്മറി ആയിട്ട് അങ്ങോട്ട് എഴുതുക. ഒരു കാര്യം പോലും, ഒരു പോയിന്റ് പോലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. നമ്മൾ വിടുന്നോടത്ത് നിൽക്കും ക്വസ്റ്റ്യൻ വരും. നമ്മൾ എവിടെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടോ അതൊക്കെ വൃത്തിക്ക് അങ്ങോട്ട് പഠിക്കാം. പക്ഷേ +2 പറയുമ്പോൾ ഇതുപോലെ ഷോർട്ട് നോട്ടാക്കി എഴുതിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ എക്സ്ട്രാ എനിക്ക് കിട്ടിയപ്പോൾ അത് സ്റ്റിക്കി നോട്ടായിട്ട് ഒട്ടിച്ച് വെച്ചതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ, ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് പേജ് വിടുക. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേജെങ്കിലും എക്സ്ട്രാ വിടുക. അതൊക്കെ ഒന്ന് എക്സ്ട്രാ പേജ് വിടാത്തത് കൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അവിടെ തന്നെ സ്റ്റിക്കി നോട്ടൊക്കെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇത്രയൊക്കെയാണ് കെമിസ്ട്രിയുടെ കാര്യം പറയാനുള്ളത്. ഞാനൊരു കാര്യം പറയാൻ വിട്ടു, ഇതിനകത്ത് ഓർഗാനിക് ഇല്ല കേട്ടോ. ഇത് ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക് ആണ്. ഓർഗാനിക് എൻ്റെ ഓർഗാനിക് കെമിസ്ട്രി, ഇത് കംപ്ലീറ്റ് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രി GOC 1 ഞങ്ങൾക്ക് GOC 1 ആ ഒരു ഓർഡറിലാണ് എടുത്തത്, ചാപ്റ്റർ വൈസ് അല്ല എടുത്തത്. ചാപ്റ്റർ വൈസ് എടുത്തു, അത് ജസ്റ്റ് റിവിഷൻ പോലെ. ഫസ്റ്റ് GOC 1, GOC 2, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി 1, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി 2, ആ ഒരു ഓർഡറിലാണ് പോയിട്ടുള്ളത്. പിന്നെ ആ ഒരു ഓർഡറിൽ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ടാണ് ഇത്. പിന്നെ ഈ ഷോർട്ട് നോട്ടിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഓരോ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് പേജ് വിടാത്തത് കാരണം എനിക്ക് എക്സ്ട്രാ പോയിന്റ് ചെയ്ത സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ ഞാനിങ്ങനെ ചട്ടയിലൊക്കെ എഴുതി വെച്ചതാണ്. പിന്നെ ഇതങ്ങനെ എഴുതി. പിന്നെ ആ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് ഇതിൻ്റെ ബാക്കിൽ ഹാലോ ആൽക്കെയിൻസ് സ്റ്റാർട്ട് ചെയ്തു.
പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കെമിസ്ട്രീൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർഗാനിക് ഭയങ്കര ഡിഫിക്കൽട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നോക്കി ക്വസ്റ്റ്യൻ ചെയ്താണ് പഠിച്ചതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഹാലോർക്കിയൻസ് ഞാൻ ഈ ബുക്കിനകത്ത് എഴുതിയപ്പോഴാണ് എനിക്കൊരു അബദ്ധം മനസ്സിലായത്. ഇതിങ്ങനെ പേജ് മറിക്കുമ്പോൾ പെട്ടെന്ന് കേട് വരില്ല. ഇപ്പോൾ എൻ്റെ ഫിസിക്സിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കേടെന്ന് പോകുന്നുണ്ട്. ഇതിങ്ങനെ വേഗം കേട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡാമേജ് ആയിപ്പോകും. കാരണം ഓർഗാനിക് ആണ്, എനിക്ക് അത്രയും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പരിപാടി ചെയ്യും. ഇതാണ്, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫയല് ഇതിനകത്ത് ഓരോ ചാപ്റ്റർ വൈസ് ഞാനിങ്ങനെ നോക്കി എഴുതിയിട്ടുണ്ട്. ഇതാകുമ്പോൾ പിന്നെ എത്ര മറിച്ചിട്ടാലും കണ്ടോ ഒന്നും പറ്റൂല, ഡാമേജ് ആവില്ല. അപ്പോൾ പോക്കറ്റിനകത്തല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ഞാനിതാ ഇങ്ങനെ മാറ്റി എഴുതി. ഇത് രണ്ടുമാണ് എൻ്റെ ഓർഗാനിക് വരുന്നത്. കംപ്ലീറ്റ് ഓർഗാനിക് ഉണ്ട്, വേറെ ഒരു ബുക്കും മെൻസിയായിട്ട് ഒന്നും എനിക്ക് നോക്കണ്ട. ഇത് രണ്ടും മാത്രം നോക്കി. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നോട്ടാണ് ഈ ഒരു കാര്യം. എനിക്ക് അത്ര ഞാൻ ഓർഗാനിക്കിന് എന്താ പറയുക, എൻ്റെ ഓർഗാനിക് സ്മൂത്ത് ആക്കിയത് ഈ ഒരു സാധനമാണ്. ഇത് രണ്ട് ഓർഗാനിക്. അപ്പം കെമിസ്ട്രി ഇത്രയാണ് കെമിസ്ട്രിത്തെ നോട്ട്സ് വരുന്നത്. എനിക്ക് നോട്ടിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതെനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഞാനിതെല്ലാം പാടെ ഒരു പെട്ടിക്കകത്താണ് വെച്ചത്, ഷോർട്ട് നോട്ട്സ് എല്ലാം. അപ്പോൾ എനിക്കറിയാം ഇതിനകത്ത് ഏത് ചാപ്റ്ററാണുള്ളത്, ഇതിനകത്ത് ഏത് ചാപ്റ്ററാണുള്ളതൊക്കെ. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് എനിക്കത് കംഫർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കുറേ നമ്പർ ഓഫ് ബുക്സ് ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് ചെയ്യും. അതുപോലെ ഫിസിക്സിനെ പോലെ തന്നെ ഞാൻ കെമിസ്ട്രീൻ്റെ ഇതുപോലത്തെ ചെറിയ നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കെമിസ്ട്രിയിലെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, ഈ ഓരോ പവറുകൾ സെറ്റോ, യൊക്ടോ, എറ്റ, ഒക്ടോ, ഈ സാധനങ്ങളുണ്ടല്ലോ, അതെനിക്ക് എപ്പോഴും മറന്നു. പിന്നെ അത് എഴുതിയതാണ്. പിന്നെ സിസ്പ്ലാറ്റിൻ NCERT സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പോയിന്റാണ്. സിസ്പ്ലാറ്റിൻ ടാക്സോൾ ക്യാൻസർ തെറാപ്പി, അതുപോലെ അസിലോ തൈമിഡിൻ എയ്ഡ്സ് പേഷ്യൻ്റ് യൂസ് ചെയ്യുന്ന കാര്യം. ആ രണ്ട് പേര് മറക്കാതിരിക്കാൻ വേണ്ടി അത് എഴുതി. ഇത്രയുള്ള സംബേസിക് വരുന്നത്. പിന്നെ വരുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് കുറേ ഞാൻ NCERT ഉണ്ടാക്കിയ ഓർഡറുകൾ ഉണ്ടല്ലോ, അതെല്ലാം നിരത്തി പിടിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ മറന്നു പോകുമല്ലോ. അപ്പോൾ അതങ്ങനെ എഴുതി വെച്ചതാണ്. ഇതിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് വായിക്കും. കണ്ടോ, രാവിലെയൊക്കെ എടുത്തിട്ട് അങ്ങനെ വായിക്കും. അങ്ങനെ അത് കുറേ പഠിച്ചു. ആക്ച്വലി ഇതിലത്തെ എല്ലാ ഓർഡർ ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഡെയിലി രാവിലെ വായിച്ചതാണ്. ഇത് കംപ്ലീറ്റ് കെമിക്കൽ ബോണ്ടിങ്. ഇത് വായിച്ച് അങ്ങോട്ട് കുറേ റെഡിയാക്കി എടുത്തു. പിന്നെ ഓർഗാനിക് നെയിംഡ് റിയാക്ഷൻസ് മാത്രമായിട്ട് ഞാൻ എഴുതിയില്ലായിരുന്നു കേട്ടോ. അത് എഴുതുന്നത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇടയ്ക്ക് കൊടുത്ത് റിവൈസ് ചെയ്യാനൊക്കെ ബെറ്ററാണ് നെയിംഡ് റിയാക്ഷൻസ് മാത്രമായിട്ട് എഴുതുന്നത്. നെയിംഡ് റിയാക്ഷൻസ് കംപ്ലീറ്റ് ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് 4 ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്ന നെയിംഡ് റിയാക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും പഠിക്കാനും ഓർത്ത് വെക്കാനും സിമ്പിളാണ്. ഓരോ ചാപ്റ്ററിനകത്ത് നമ്മൾ 4 ചാപ്റ്ററിനകത്ത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ ഓരോ നെയിമുകൾ. അപ്പം പെട്ടെന്ന് നമ്മൾ ഓർക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നൊന്നും വരില്ല. അപ്പോൾ അത് ഇങ്ങനെ എല്ലാം കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് കൺഫ്യൂസ് ആയി പോകും. അപ്പോൾ ഗട്ടർമാൻ റിയാക്ഷൻ വേറെ, ഗട്ടർമാൻ കോച്ച് ഉണ്ട് വേറെ, കോൾബ്സ് ഇലക്ട്രോളിസിസ് വേറെ ഉണ്ട്, കോൾബ്സ് റിയാക്ഷൻ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ പാടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഓർഗാനിക്. നമ്മൾ പല ചാപ്റ്റേഴ്സിനകത്ത് പല ടെമ്പറേച്ചർ പഠിക്കുന്നുണ്ട്. 773 കെൽവിനാണ് അരോമറ്റൈസേഷൻ നടക്കുന്നത്. റെഡ് ഹോട്ട് അയൺ ട്യൂബ് യൂസ് ചെയ്യുന്നത് 873 കെൽവിനാണ്. അങ്ങനെ വരുന്ന എല്ലാ ടെമ്പറേച്ചറുകൾ മാത്രമായിട്ട് എഴുതി. അപ്പോൾ അതുപോലെ ഇങ്ങനെ എല്ലാ ചാപ്റ്ററിലും പരന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് എഴുതി വെക്കുക, കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകും. അതുപോലെ വരുന്നത് ഡി ബ്ലോക്കിനകത്ത് ജസ്റ്റ് ഒരു ടേബിൾ ഇല്ലായിരുന്നു, ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് എക്സിസ്റ്റ് ചെയ്യാത്തത് അതൊക്കെ നിരത്തി എഴുതിയതാണ്. CUF, CUCl, CUBr, CUI അതൊക്കെ അങ്ങനത്തെ ഓരോ ടേബിൾ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഇപ്പോൾ CUCl, CUBr, CUI എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ CUF എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അതിനെ പറ്റിയിട്ട് അങ്ങനെ എഴുതി വെച്ചതാണ്. ഇത് എക്സിസ്റ്റ് ചെയ്യാത്തതിനെ തെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ എഴുതി. പിന്നെ കളറുകളും എഴുതി. കോർഡിനേഷനിൽ ഇതാ ഈ ഒരു പേജ് മൊത്തം കോർഡിനേഷനാണ്. കംപ്ലീറ്റ് കളറുകൾ, കുറേ കോമ്പൗണ്ട്സിന് കളർ പഠിക്കാനുണ്ട്. അപ്പോൾ ആ കളറുകളൊക്കെ എഴുതി വെച്ചതാണിത്. അപ്പോൾ കെമിസ്ട്രി എന്ന് രാവിലെ നടക്കുന്നുണ്ടാവില്ല, എന്നാലും ഒരു ഒന്നരാടെങ്കിലും രാവിലെ എടുത്ത് റിവൈസ് ചെയ്യുന്നൊരു ബുക്കാണിത്. അപ്പം ഇതൊക്കെയാണ് കെമിസ്ട്രീനെ പറ്റി പറയാൻ. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റും അതുപോലെ എൻ്റെ തലയിൽ നിൽക്കാത്ത എത്ര വായിച്ചിട്ട് മറന്നു പോകുന്ന പോയിൻറ്റ്സും ഫോർമുലാസും ആണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത തവണ റിവൈസ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ടൈമില്ലെങ്കിൽ ആ ഹൈലൈറ്റഡ് പോയിൻറ്റ്സ് മാത്രം വായിച്ച് അവസാനിപ്പിക്കാനും പറ്റും.
ബയോളജി ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം ഞാൻ നിർബന്ധം അറിയില്ല, കാരണം അത്യാവശ്യമില്ല ഷോർട്ട് നോട്ട്. എനിക്ക് ഉപയോഗപ്പെട്ടതേ ഇല്ല ബയോളജി. ഞാൻ +1 എന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. +1 ഇതാ ബോട്ടണി വേറെ, സുവോളജി വേറെ ഷോർട്ട് നോട്ടൊക്കെ എഴുതി. സൈലത്തിൽ എക്സാംസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇത് വായിച്ചിട്ട് പോകും. കാരണം കംപ്ലീറ്റ് എല്ലാതും ഒന്ന് വായിച്ച് പോകാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഷോർട്ട് നോട്ട് മാത്രം വായിച്ചിട്ടൊക്കെ പോവുകയും അപ്പോഴൊക്കെ ഉപകാരപ്പെട്ടു. പിന്നെ ഞാനിത് വായിക്കാറില്ല, കാരണം ഇത് വായിച്ച് എനിക്കതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഷോർട്ട് നോട്ട് അങ്ങനെ വായിക്കാറേ ഇല്ലായിരുന്നു. ബയോളജിയിലെ ഷോർട്ട് നോട്ട് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഉപകാരപ്പെടുന്നവരുണ്ട്, അപ്പം അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ. കണ്ടത് കംപ്ലീറ്റ് വേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ +1 +2 ടൈമിൽ എഴുതിയതാട്ടോ. +1 എഴുതിയത്, +2 എഴുതിയത്. അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ബയോളജി ഷോർട്ട് നോട്ട് എഴുതാൻ നിന്നിട്ടേ ഇല്ല, അത് വായിക്കാൻ നിന്നിട്ടില്ല. +1 ഞാൻ വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലൊക്കെ ഷോർട്ട് നോട്ട് വായിച്ചിട്ടാണ് പോയത്. പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ആ പരിപാടിയൊക്കെ മാറ്റി ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലേക്കും ശ്രദ്ധ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് എഴുതിയില്ല, NCERT തന്നെ കംപ്ലീറ്റ് NCERT തന്നെ റിവൈസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് കംപ്ലീറ്റ്ലി വേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ബയോളജി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി, അത്ര ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. പിന്നെ ബയോളജിയിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യം നേരത്തെ ഫിസിക്സും കെമിസ്ട്രിക്കൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ചെറിയൊരു നോട്ടാണ്. ഇതിനകത്ത് എല്ലാ ചാപ്റ്ററിൽ വരുന്ന വർഷങ്ങൾ കംപ്ലീറ്റ്, ഇപ്പോൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, അതിൽ വരുന്ന കംപ്ലീറ്റ് വർഷങ്ങളും, പിന്നെ സെല്ലിൽ കുറേ നമ്പറുകളുണ്ടല്ലോ, സൈസ്, ബാക്ടീരിയ സൈസ്, റൈബോസോമിൻ്റെ സൈസ്, മൈറ്റോകോൺഡ്രിയൻ്റെ സൈസ്, അങ്ങനെ സൈസുകൾ മാത്രം എഴുതി, ബോഡി ഫ്ലൂയിഡ്സ് ഉള്ള എണ്ണം മാത്രം, എക്സ്ക്രീഷനകത്ത് എക്സാമ്പിളുകൾ മാത്രം. അങ്ങനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു ചാപ്റ്റർ ഹെഡിങ് കൊടുക്കുന്നു, അതിനകത്ത് വരുന്ന വർഷങ്ങൾ, സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ, ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ എക്സാമ്പിളുകൾ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എവല്യൂഷനകത്ത് കംപ്ലീറ്റ് കുറേ കാര്യങ്ങളുണ്ട്. എവല്യൂഷൻ, പിന്നെ അതുപോലെ ബയോഡൈവേഴ്സിറ്റി, ഇഷ്ടം പോലെ എണ്ണാണ് ബയോഡൈവേഴ്സിറ്റി. ഇതിങ്ങനെ എഴുതി വെക്കുന്ന തന്നെ ആയിരിക്കും നന്നാവുക, കാരണം ഇത് വായിച്ച് ഇതുപോലെ തന്നെ ഞാൻ പറ്റുന്ന പോലെ ഡെയിലി വായിച്ച് പോയിട്ടുള്ള ഒരു ബുക്കാണ്. വായിച്ച് എന്താ പറയുക, ഓരോ വാല്യൂസ് നമുക്ക് തറവായിരിക്കണം, അങ്ങനെ എഴുതി. പിന്നെ അതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു ചാപ്റ്റർ മോളിക്കുലാർ ബേസിസിനകത്ത് വർഷം അല്ല, വാല്യൂ അല്ല കൂടുതലായിട്ട് വരുന്ന സയൻറ്റിസ്റ്റ്. ഇവിടെ മുതൽ ഇത് മൊത്തം നമുക്ക് ആ ചാപ്റ്റർ പഠിക്കാനുള്ള കംപ്ലീറ്റ് സയൻറ്റിസ്റ്റിൻ്റെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ സയൻറ്റിസ്റ്റിൻ്റെ പേര്, അത്രത്തോളം സയൻറ്റിസ്റ്റിൻ്റെ പേരുണ്ട്. അങ്ങനെ അതൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇത് ഉപകാരപ്പെട്ടുള്ളത് ബയോളജിയാണ്. കാരണം ഓരോ ചാപ്റ്ററിലെയും വർഷം പറഞ്ഞില്ല. പിന്നെ ഷോർട്ട് നോട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാക്കിയ ഒരു ബുക്കാണ് ഇത്. കേട്ടത് എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, എന്തായാലും തന്നെ ഉണ്ടാക്കുക, കാരണം അത്രയും നമുക്ക് ഉപകാരപ്പെടും. ബയോളജിയിൽ ഞാൻ ഷോർട്ട് നോട്ട് എഴുതിയില്ല എന്ന് പറഞ്ഞല്ലോ, ലാസ്റ്റിലേക്ക് എഴുതിയൊരു ബുക്കാണിത്. അത് ലാസ്റ്റ് ജനുവരി ഫെബ്രുവരി ലാസ്റ്റ് ടൈം റിവിഷൻ ഉണ്ടാവില്ലേ, ആ ടൈമിൽ എഴുതിയൊരു ബുക്കായിരുന്നു ഇത്. ഇതിൽ മെയിനായിട്ട് +2 ചാപ്റ്റേഴ്സാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് എന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ എടുത്തപ്പോൾ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, ആ ചാപ്റ്ററിനകത്ത് ഇതൊന്നും സ്റ്റാർട്ടിങ്ങിൽ എഴുതിയാൽ നടക്കും എനിക്ക് തോന്നുന്നില്ല. അത്രയും തവണ റിവൈസ് ചെയ്ത് ഞാൻ ബയോളജിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ചെയ്ത പോലെ. അതിനകത്ത് ഞാൻ ബയോളജിയുടെ സ്ട്രാറ്റജീസ് പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഈ കുറേ തവണ വായിച്ച് റിവൈസ് ആക്കി കഴിഞ്ഞ് ലാസ്റ്റ് ടൈം NCERT വായിക്കുന്ന ടൈമിൽ ഇനിയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ലാതെ തോന്നുന്ന ലൈൻസ് മാത്രം എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ലാസ്റ്റിലേ പറ്റുള്ളൂ. തുടക്കത്തിൽ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ NCERT ഫുൾ ലൈൻ എഴുതേണ്ടി വരും. ഇപ്പോൾ ഓർഗാനിക്സ് പോപ്പുലേഷൻ അത്രയും വലിയ ചാപ്റ്ററാണ്, ഇത് 2 പേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഇത് ബയോടെക്സ്റ്റ്, ബയോഡൈവേഴ്സിറ്റി ഒറ്റ പേജ്, അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് എക്കോസിസ്റ്റം ഒറ്റ പേജ്. +2 ബയോളജിയാണ് എനിക്ക് കുറച്ചും കൂടെ ഞാൻ കുറച്ചും കൂടെ ബയോളജിക്കകത്ത് കുറേ പ്രശ്നങ്ങൾ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് +2 ബയോളജി മാത്രമായിട്ട് എഴുതി വെച്ചൊരു സംഭവമാണിത്. നമുക്കത് കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഓരോരോ ടെക്നിക്സ് കൊണ്ടുവരും. +2 ബയോളജിയിലാണ് എപ്പോഴും ഉണ്ട് നെഗറ്റീവ് മാർക്ക് വരിക. +1 ബയോളജി ഏകദേശം ഓക്കെ ആയിരുന്നു. അപ്പോൾ +2 ബയോളജിക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണിത്. ഇത് എന്നിട്ട് ഞാൻ ഏപ്രിൽ മാസത്തിൽ ഞാൻ NCERT ടെക്സ്റ്റേ വായിച്ചിട്ടില്ല എന്ന് വേണേൽ പറയാം. കാരണം ഏപ്രിൽ ഫുൾ ഇതായിരുന്നു, ഡെയിലി ഒരു 2 ചാപ്റ്റർ വായിക്കാം, പിറ്റേ ദിവസം എടുക്കുക വേറെ 2 ചാപ്റ്റർ വായിക്കാം. അങ്ങനെ ഇതങ്ങോട്ട് വായിച്ച് ഞാനിട്ട് പച്ചവെള്ളം പോലെ ആക്കിയിരിക്കുന്നത് ഈ ഓരോ പേജുകളും. അപ്പോൾ അതിന് ഏപ്രിലിന് മുന്നേ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ടൈമിലാണ് ഞാൻ NCERT ലാസ്റ്റായിട്ട് വായിച്ചിട്ട് എഴുതിയ സാധനമാണിത്. അതിന് NCERT വായിച്ചിട്ട് എനിക്ക് കിട്ടാത്ത കംപ്ലീറ്റ് ലൈൻ ഇതിനകത്ത് മാറ്റി എഴുതി. അപ്പോൾ ഇനി NCERTക്കകത്ത് ഈ ലൈൻ മാത്രമേ എനിക്ക് കിട്ടാത്തുള്ളൂ. അപ്പോൾ ഏപ്രിൽ മാസം ഫുൾ ഇതങ്ങനെ വായിച്ച് പോയി. പിന്നെ മോക്ക് എക്സാം എഴുതിയപ്പം തെറ്റുന്നതും NCERT എടുത്ത് വായിച്ചു. ലാസ്റ്റ് നീറ്റിൻ്റെ തലേന്ന് വരെ യൂസ് ചെയ്തിട്ടുള്ളൊരു ബുക്കാണിത്. അപ്പോൾ ബയോളജിക്ക് എനിക്ക് പറയാൻ ഈ 2 ബുക്കാണുള്ളത്. ഇത് NCERTക്കകത്ത് എനിക്ക് കിട്ടാത്ത കംപ്ലീറ്റ് ലൈൻസ് എഴുതിയത്. ഇത് ഫുൾ ഇയർ, സയൻറ്റിസ്റ്റിൻ്റെ പേര്, എക്സാമ്പിൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ 2 ബുക്ക് മാത്രമാണ് ബയോളജിയിൽ ഞാൻ യൂസ് ചെയ്തത്. ഇത്രയൊക്കെയാണ് ഷോർട്ട് നോട്ടിനെ പറ്റി പറയാനുള്ളത്. ഇനി മിസ്റ്റേക്ക് ബുക്ക് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ തന്നെ കുറച്ച് ലെങ്ത് ഉണ്ട്, അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ലെങ്ത് കൂടിപ്പോകും. അപ്പം മിസ്റ്റേക്ക് ബുക്ക് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം.
അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫിസിക്സും കെമിസ്ട്രിയും ശ്രദ്ധിക്കുക. ഈ ഷോർട്ട് നോട്ട് മാത്രമേ പിന്നെ പാടുള്ളൂ. വേറെ നമുക്ക് ഇനിയും വേറെ ബുക്കുകൾ എടുത്ത് റിവൈസ് ചെയ്യാനൊന്നും വേണ്ട. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് തന്നെ എഴുതുക. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഈ ഷോർട്ട് നോട്ട്സ് കൂടാതെ എനിക്ക് പിന്നെ എക്സ്ട്രാ വായിക്കാനുണ്ടായിരുന്നത് NCERTയിലെ സമ്മറിയും പോയിന്റ്സ് റിപ്പോർട്ടറും. അത് രണ്ടും ഞാൻ ഷോർട്ട് നോട്ടിലേക്ക് പകർത്തി എഴുതിയിട്ടില്ല. അതുപോലെ NCERTയിൽ ഉണ്ടല്ലോ. അപ്പോൾ അതും പിന്നെ എക്സസൈസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലാസ്റ്റ് ടൈം എക്സസൈസ് റിവൈസ് ചെയ്തത് ഏപ്രിൽ മാസത്തിലായിരുന്നു എന്ന്. അപ്പോൾ അത് 3 കാര്യങ്ങളും സമ്മറിയും പോയിന്റ്സ് റിപ്പോർട്ടറും എക്സസൈസിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഞാൻ സ്റ്റാർ മാർക്ക് ഇട്ടതും ഇത് 3ആണ് എക്സ്ട്രാ ഷോർട്ട് നോട്ടിൽ നിന്ന് എനിക്ക് പിന്നെ പുറത്തുനിന്ന് വായിക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഷോർട്ട് നോട്ടിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ക്ലാരിഫൈ ചെയ്യാം. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഉഷാറായിട്ട് തന്നെ പഠിക്കുക. അവസാനമായിട്ട് പറയുകയാണ്, ഷോർട്ട് നോട്ട് എന്തായാലും എല്ലാവരും ഉണ്ടാക്കിയിരിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.